നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആണവ സമ്പുഷ്ടീകരണം നടത്താൻ ഇറാനെ അനുവദിക്കാത്ത അമേരിക്ക ഇപ്പോൾ റഷ്യയുടെ എല്ലാ സഹായത്തോടെയും ഇറാൻ സമ്പുഷ്ടീകരണം തുടരുന്നു എന്ന് മാത്രമല്ല, ആണവായുധ പ്രയോഗം ഏത് നിമിഷവും ഇസ്രയേലിന് നേരെ ഉണ്ടാകും എന്ന സൂചന കൂടി അമേരിക്കയോട് അറിയിച്ചിരിക്കുകയാണ്. തടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് തടുത്തു നോക്ക് എന്ന് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മുസ്തഫ ഖമൈനി. അതായത് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാൽ ഇസ്രയേലിൻ്റെ സർവനാശം അത് തടയാൻ കഴിയില്ല, അവർ നശിക്കേണ്ടവർ തന്നെയാണ് എന്ന് ഇറാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത്രയേറെ നീചത്വം ചെയ്ത് കൂട്ടിയവരാണ് അവർ. പിശാചുക്കളാണ് അവർ, അനുഭവിക്കുക തന്നെ വേണം. നോക്കൂ, ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഒക്കെ സംയുക്തമായി നടത്തിയിട്ടും അന്നൊക്കെ ഇസ്രയേൽ വലിയ തോതിൽ നിരപരാധികളായ ഫലസ്തീനെ ആക്രമിച്ച് ഓരോ മേഖലകൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. യുദ്ധവെറിയനായ ബെഞ്ചമിൻ നെതന്യാഹു അധികാരം തുടർച്ചയായി കൈയാളുന്നതിന് വേണ്ടി അതിർത്തിയിൽ എപ്പോഴും യുദ്ധവുമായി ഏർപ്പെട്ടുകൊണ്ട് നിതാന്തമിരുന്നു. എന്നാൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളോട് കളിക്കുന്ന അതേ ലാഘവത്തോടെ സാക്ഷാൽ ഇറാനോട് കളിച്ചപ്പോൾ പേർഷ്യൻ യുദ്ധവീര്യം എന്താണ് എന്ന് ഇസ്രയേലിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാണ് ഇസ്രയേൽ എന്ന് ഞങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമാണ്. റഷ്യ സാമ്പത്തിക സഹായം ഇറാൻ അടിയന്തരമായി നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിനുമായി നേരത്തെ ഡൊണാൾഡ് ട്രംപ് അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന ആ അനിശ്ചിതകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കണം, സമാധാന ചർച്ച വേണം എന്ന് ആഹ്വാനം ചെയ്തു. ട്രംപിന് ഒരു ചിരിയോടെ മറുപടി നൽകി നമുക്കെല്ലാം ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് പുടിൻ വളരെ അവ്യക്തമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. മാസങ്ങൾക്കിപ്പുറം വീണ്ടും വ്ളാഡിമിർ പുടിൻ ഒരു ഡെഡ് ലൈൻ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അനിശ്ചിത കാലത്തേക്ക് യുദ്ധം നീണ്ടുപോയാൽ ഇറാൻ ആ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു. ഇറാന് വേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക സഹായവും ഞങ്ങൾ ചെയ്യും. ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിൻ്റെ പതനം ആഗ്രഹിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളും ലോകത്തുള്ളവർ ഇസ്രയേലിന് വിരുദ്ധമായിട്ടുള്ള നീക്കവുമായി എത്തിയിരിക്കുന്നു. നോക്കൂ, ബഹ്റൈൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ഇസ്രയേലിൻ്റെ തെമ്മാടിത്തരത്തെ പരിപൂർണമായി എതിർത്തുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെല്ലാവരും കൂടി ആലോചിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറാനോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റ് നിവർത്തിയില്ല. അതെ, ഇറാനും റഷ്യയും എല്ലാം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സോടുകൂടി ഇറാനോടൊപ്പം അണിചേരുക, അമേരിക്കയുടെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നടത്തുക. ഫലം ജയമോ തോൽവിയോ എന്നുള്ളതല്ല, ആത്മാഭിമാനം പണയം വയ്ക്കാൻ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു ശക്തമായ നീക്കം. നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ പതനം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് വഴിവെച്ച നീക്കങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. USSRും ലോക സാമ്പത്തിക ശക്തിയായി പരിണമിച്ചപ്പോൾ മിഖായേൽ ഗോർബച്ചേവിനെ ഉപയോഗിച്ച് തകിടം മറിച്ചത് നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ അമേരിക്കയ്ക്ക് വലിയ പണി കൊടുക്കാൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരം ഇറാൻ വഴി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് വ്ളാഡിമിർ പുടിൻ നീങ്ങിയിരിക്കുന്നത്.